ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ശരിക്കുമുള്ള കട്ടപ്പ ശൈത്യല്ല, അത് ആദിലയാണ്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ആരൊക്കെ ആദിലയുടെ കൂടെ നിന്നിട്ടുണ്ടോ, ആരോടൊക്കെ ആദില ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുണ്ടോ, അവരെ എല്ലാം പിന്നീന്ന് ഒരവസരം വരുമ്പോൾ അവരെ എല്ലാം പിന്നീന്ന് കുത്തിയിട്ടുള്ള ഒരാളാണ് ആദില. ആദിലയും നൂറ കുറച്ചുകൂടെ നല്ല ഒരു പേഴ്സണാണ്. പക്ഷേ ആദിലയുടെ സ്വഭാവം വെറും വൃത്തികെട്ട സ്വഭാവമാണ്. കൂടെ നിൽക്കുന്നവരെ പിന്നീന്ന് കുത്തുക എന്നുള്ളൊരു സ്വഭാവമാണ് അതിലേക്കുള്ളത്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ബിഗ് ബോസിലെ നേരത്തെ കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ചു കയറിയല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനുമോളെ കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി ഓരോ പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നത് ആദിലയാണ്. അനുമോൾ മോഹൻലാൽ വന്ന സമയത്തൊക്കെ ഹാർട്ട് കൊടുത്ത ആളാണ് ആദില എന്ന് ഓർക്കണം. അതുപോലെ ഷാനവാസ് പെങ്ങളൂട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടക്കുന്ന രണ്ടുപേരാണ് ഈ ആദിലയെന്ന് പറയും. പക്ഷേ ഒരവസരം വരുമ്പോൾ ഷാനവാസിനെ പുറയിൽ നിന്ന് കുത്തുന്ന മൊത്തം ഇവരാണ്. അവർക്ക് തമ്മിലുള്ള ഒരു ആത്മാർത്ഥതയല്ലാതെ അവർക്ക് പുറത്തുള്ള ഒരു മനുഷ്യനോടും ഒരു ആത്മാർത്ഥതയില്ല. ഏറ്റവും കൂടുതൽ ഷാനവാസാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പല കാര്യങ്ങൾ വരുമ്പോഴും എൻ്റെ പെങ്ങളൂട്ടി എന്നും പറഞ്ഞിട്ട് ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് പുള്ളിയുടെ ഗെയിം വരെ അവതാളത്തിലായത് ഈ ആദിലയെന്ന് പറയാൻ കാരണമാണ്. കാരണം പുള്ളി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കളിച്ചായിരുന്നെങ്കിൽ ഇപ്പം ഇതിനെക്കാട്ടിൽ മുന്നേ വരണ്ടല്ലോ. ഒരു സ്റ്റേജിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഷാനവാസ് ഈ പെങ്ങളുകുട്ടി കളികൾ കളിക്കാൻ പോയതുകൊണ്ടാണ് പുള്ളിയുടെ ഗെയിം ഇത്രയും മോശമായിപ്പോയത്. സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ബിഗ് ബോസിനോട് ഒരു കാര്യം പറയാനുള്ളത്. അടുത്ത സീസണിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സീസണെങ്കിലും കണ്ടിട്ടുള്ളവരെ, എന്താണ് ഈ ടാസ്കുകളെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് ഈ ഗെയിം കാണുന്നത് കൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ.